ഇപ്പോഴാണ് ഈ വീട്ടിക്ക് ഒരു നല്ല കാലം വന്നത്. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷഹാനക്ക് ഇത്രയും നല്ലൊരു പുതിയ പെണ്ണ് കിട്ടുമോ? സ്ത്രീധനവും വേണ്ട, സ്വർണവും വേണ്ട എന്നല്ലേ അവര് പറഞ്ഞത്. അത്രയ്ക്ക് ഷഹാനാണ് ഇഷ്ടപ്പെട്ടേ പുതിയ പിള്ളേക്കേ. എനിക്കെന്തോ ഈ ബന്ധത്തിനോട് അധികം താല്പര്യമില്ല. അതാണ് ഞാൻ. എന്നാലും ഷഹാനാന്റെ അഭിപ്രായം കൂടി നമുക്കൊന്ന് അറിയണമല്ലോ. നന്നായി. ഇതൊക്കെ അവളെ കൊണ്ട് ചോദിക്കേണ്ട കാര്യം എന്താണ്? വീട്ടിലുള്ളവർ തീരുമാനിക്കും, മക്കൾ അനുസരിക്കുക. വീട്ടിലുള്ള മുതിർന്നവരല്ലേ കല്യാണമൊക്കെ തീരുമാനിക്കുക. മക്കളത് കേൾക്കുക, അത്ര തന്നെ. ഇനിയിപ്പോ അവളെ കൊണ്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അവളെ കൊണ്ടും കൂടി ഒന്നും പറയണ്ടേ. നീ പോയി താത്താനെ വിളിച്ചിട്ട് വാ. അവള് വള്ളത്തിന് പോയിട്ട് എന്താ എത്ര നേരമായിട്ട് കാണാത്ത? പോയി വിളിച്ചിട്ട് വാ. താത്ത ഉമ്മ വേഗം വരാൻ പറഞ്ഞു. ഇതാ വരുന്നു. വാപ്പാ വിളിച്ചു എന്ന് പറഞ്ഞു. ആ മോളെ, എനിക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. കല്യാണോ? പുതിയാപ്പളുടെ വീട്, കുടുംബവും തറവാടും എല്ലാം നല്ലതാണ്. നല്ല പൈസക്കാരുമാണ് ഇത്ര. എന്നാലും എന്താണ്? തോപ്പുംതൊടിയിലെ ഹംസാനെയൊക്കെ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാലേ നമ്മുടെ കുട്ടിക്ക് ഭാഗ്യം വേണം. എന്നാലും അവളെക്കാളും എത്രയോ വയസ്സ് കൂടുതലല്ലേ. അതാണ് ആലോചിക്കുന്നത്. 60 വയസ്സ് ഒരു വയസ്സാണ്. ഇവൾക്ക് 25 വയസ്സ് കഴിഞ്ഞില്ലേ. ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് വയസ്സിന്റെ കാര്യമൊക്കെ. നമ്മളെ പോലെയുള്ള പാവപ്പെട്ട കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് സാധാരണ തന്നെ. എന്നെ ഈ തറവാട്ടിക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോഴേ എനിക്ക് പ്രായം 9 വയസ്സാണ്. മൂപ്പർക്ക് പ്രായമോ 22 വയസ്സും. 13 വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ പ്രസവിച്ചില്ലേ. പിന്നെന്താണ്? എന്നാലും ചെക്കനിക്ക് ഇത് 3ാമത്തെ കല്യാണമല്ലേ. ഇതാപ്പ നന്നായത്. 3ാമത്തെ കല്യാണമാണെങ്കിൽ എന്താണ്? അയാൾക്ക് അതിനുള്ള കഴിവുണ്ട്, ആരോഗ്യമുണ്ട്. അതുകൊണ്ട് അയാൾ കെട്ടണു. ഇപ്പൊ 2 ഭാര്യമാരും കൂടെ ഇല്ലാലോ. 2 ഭാര്യമാരും മരിച്ചില്ലേ. പിന്നെന്താണ് കുഴപ്പം? അയാൾക്ക് ഇനി കുട്ടികൾ വേണമെന്ന ഒരു ആഗ്രഹം. അതുകൊണ്ട് ഇവളിനെ കല്യാണം കഴിക്കണു. ഇനിയിപ്പോൾ ഇവള് തന്നെ കെട്ടണമെന്നൊന്നുമില്ല. അയാൾക്ക് നിറയെ പെണ്ണുങ്ങൾ വേറെ കിട്ടും. നമ്മുടെ ഭാഗ്യം എന്ന് പറ. തോപ്പുംതൊടിയിലെ ഹംസ നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ ആലോചനയായിട്ട് വരിക എന്ന് പറയുമ്പോൾ നമ്മളെ വേണം ഭാഗ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നീ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് ആ കുട്ടിൻ്റെ മനസ്സ് മാറ്റണ്ട. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കുട്ടികളായി കഴിഞ്ഞാൽ കുറച്ച് എതിർപ്പ് പറയുകയൊക്കെ ചെയ്യും. അതൊക്കെ വലിയൊരു കാര്യമാക്കി എടുക്കാൻ പാടില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് അയാളുടെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോൾ അവളുടെ മനസ്സും പൊരുത്തപ്പെട്ട് തുടങ്ങും. നീ വെറുതെ ഓരോന്നും പറഞ്ഞിട്ടേ ആ കുട്ടിക്ക് സമ്മതമുള്ളതും കൂടിയിട്ട് നീ വെറുതെ ഇല്ലാണ്ടാക്കണ്ട. ഇവളുടെ കാര്യം കഴിഞ്ഞിട്ട് വേണം അടുത്തത് നിൽക്കണു. അവളുടെ കാര്യം നോക്കണ്ടേ? മോളെ ഷഹാന, നമ്മൾ പാവങ്ങളാണെന്നുള്ള കാര്യം എനിക്കറിയാലോ. ഇത് നോക്ക്, നിന്റെ അനിയത്തി, അവൾക്കും കല്യാണ പ്രായമായി. ഇന്നത്തെ കാലത്തെ സ്വർണത്തിന്റെ വിലയും എനിക്കറിയാലോ. സ്വർണവും കൊടുത്ത് സ്ത്രീധനവും കൊടുത്തിട്ട് നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വാപ്പാക്കാവുമോ? നീ ഈ കല്യാണം വേണ്ടാന്ന് മാത്രം പറയണ്ട മോളെ. വാപ്പാക്ക് വേറെ വഴിയില്ല. കരയണ്ട മോളെ. നാളെ അവർ പെണ്ണ് കാണാൻ വരുന്നുണ്ട് നിന്നെ. ഈ കല്യാണം നടക്കണേന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും മോളെ പടച്ചവന്റെ അടുത്ത്. കരയണ്ട മോളെ. വരി ഇരിക്കി. നോക്കും മോളെ, അവരവിടെ വന്നിട്ടുണ്ട്. നീ വെറുതെ കരഞ്ഞു നിൽക്കണ്ട. കരഞ്ഞ മുഖം കൊണ്ടാണ് അവരുടെ മുമ്പത്തേക്ക് പോണത്. ജമീല, മോളിനെ വിളിക്ക്, ചായ കൊണ്ടുവരാൻ പറ. മോളെ കൊണ്ട് കൊടുക്ക് ചായ. കുട്ടിനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും കുട്ടിനെ കാണണമല്ലോ.
അതിന്റെ ആവശ്യമൊന്നുമില്ല. പെണ്ണ് ഭംഗി വേണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കൊരു ആൺകുട്ടിനെ വേണം, അത് പ്രസവിച്ചു തരാൻ ഒരു ഭാര്യ വേണം, അത്ര തന്നെ. പോ മോളെ, കൊടുക്ക്. കൊടുക്കും മോളെ. എന്താ പേര്? ഇനി പഠിക്കാനൊന്നും പോകാൻ പറ്റില്ല, അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ എല്ലാം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അല്ലേ? അതൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, മുമ്പേ പറയണത് നല്ലതല്ലേ. പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമായി മാറിയാലോ. ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പോ കല്യാണം അധികം നീട്ടിക്കൊണ്ട് പോകുമെന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം. എനിക്കിപ്പോ കല്യാണത്തിന് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. എന്റെ 2 ഭാര്യമാരും മരിച്ചു. ഇനിയിപ്പോൾ എൻ്റെ ഈ സ്വത്ത് വകകളൊക്കെ നോക്കി നടത്താൻ ഒരു അനന്തരാവകാശി വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കല്യാണം നടത്തുന്നത് തന്നെ. അല്ലാണ്ട് ഇപ്പോൾ കല്യാണത്തിന് ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ പിന്നെ ശരി എന്നാ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. കുട്ടിയെ, ആ കണ്ണാടി ഇങ്ങോട്ടെടുക്ക്. പുതിയ പള്ളി ഞാനും ഒന്ന് കാണട്ടെ. തരക്കെടൊന്നുമില്ല, പ്രായമൊന്നും തോന്നണമൊന്നുമില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി. എന്നാ പിന്നെ നിങ്ങൾ കുറച്ച് പേര് അങ്ങോട്ട് വരി, ബാക്കി കാര്യങ്ങളൊക്കെ ഫോണിൽ പറയാം. കണ്ട പുതിയാപ്പിളിനെ കണ്ടില്ലേ? എന്താ മുഖത്തൊരു ഈമാന്. തോപ്പുംതൊടിയിലെ ഹംസ എന്നൊക്കെ പറഞ്ഞാലേ പേര് കേട്ട തറവാടാണ്. അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ നിന്ന് നമുക്കൊരു നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു ആലോചന വരിക എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ കുടുംബം കൊടുത്തു വെക്കണം. ഷഹാന, എന്താ മോളെ, എന്തെങ്കിലും പറയാനുണ്ടാ? അമ്മ, എനിക്ക് ഈ കല്യാണം വേണ്ടമ്മ. എനിക്കും വിഷമമൊക്കെ ഉണ്ട് മോളെ. പക്ഷെ നോക്ക്, നിന്റെ കല്യാണ പ്രായം കഴിഞ്ഞു നിൽക്കുകയല്ലേ. നിന്റെ അനിയത്തിനെ നോക്ക്, അവൾക്കും കല്യാണ പ്രായമായി. ഇതിനേക്കാളും നല്ലൊരു ബന്ധം നമുക്കിനി കിട്ടുമോ? അതൊക്കെ ആലോചിച്ചിട്ടാണ് ഉമ്മ ഒന്നും മുണ്ടാണ്ട് നിൽക്കുന്നത്. നിനക്ക് നമ്മുടെ കുടുംബത്തിലത്തെ അവസ്ഥകളൊക്കെ അറിയാലോ. നിന്റെ താഴെ വേറൊന്നതാ അനിയത്തി വേറുണ്ട്. അവളുടെ പഠിത്തം കഴിയാനായി. അവളിനെ ഇനി വേറെ കെട്ടിച്ചു കൊടുക്കണ്ടേ? ഇന്നത്തെ കാലത്ത് സ്വർണത്തിൻ്റെ വിലയൊക്കെ നോക്ക്. ഒരു പവനും കൂടി നിന്റെ വാപ്പാനെ കൊണ്ട് വാങ്ങാൻ കഴിയുമോ? ഇതൊക്കെ ആലോചിച്ച് നോക്കും മോളെ നീ. അത് മാത്രമല്ല മോളെ, നിന്നെ കല്യാണം കഴിക്കാൻ പോണ ആളെ വാപ്പാക്കും എന്തെങ്കിലുമൊക്കെ സഹായമാകും. ഒന്നുമില്ലെങ്കിൽ നിന്റെ അനിയത്തിനെ കല്യാണം കഴിച്ചു കൊടുക്കാനെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാണ്ടിരിക്കില്ലല്ലോ. ഇതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സമ്മതം മൂളിയത് ഈ ബന്ധത്തിന്. നിനക്കും നല്ലൊരു ജീവിതം കിട്ടും, നിന്റെ അനിയത്തിക്കും നല്ലൊരു ജീവിതം കിട്ടും. നീ കരയണ്ട മോളെ. നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്ക്. നിക്ക്. എന്താ ഇപ്പൊ എന്നെ കണ്ട ഇങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ, ഒഴിഞ്ഞും മാറണല്ലോ, എന്താ കാര്യം? അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്. എന്നെ വിളിക്കണില്ലേ? അല്ല, അറിയാണ്ട് ചോദിക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിന്ന് കൊടുക്കുന്നത്? ഇവിടെ ഒരാളുടെ ജീവിതം മാത്രമല്ല, 2 പേരുടെ ജീവിതമാണ് ഇല്ലാണ്ടാവുന്നത്. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. ഞാൻ കരുതിയത് നിനക്കും എന്നോട് ഇഷ്ടമായിരിക്കും എന്നാണ്. എനിക്ക് നിന്റെ വീട്ടുകാരനെ വിഷമിപ്പിക്കണമെന്നില്ല. എന്നാലും ഞാൻ പറയാണ്, നിനക്ക് എൻ്റെ കൂടെ വന്നുകൂടെ? ഷഹാന, നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിലേ നീ എൻ്റെ കൂടെ വാ. നമ്മളെന്നും കാണാറുള്ള സ്ഥലമില്ലേ, അവിടെ ഞാൻ രാത്രി കാത്തു നിൽക്കും. നീ വരില്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ ഷഹാന. ഞാൻ എന്തായാലും അവിടെ കാത്തു നിൽക്കും ട്ടാ. നമ്മൾ പാവങ്ങളാണെന്നുള്ള കാര്യം എനിക്കറിയാലോ. ഇത് നോക്ക് നിന്റെ അനിയത്തി, അവൾക്കും കല്യാണപ്രായമായി. ഇന്നത്തെ കാലത്തെ സ്വർണത്തിന്റെ വിലയും എനിക്കറിയാലോ. സ്വർണവും കൊടുത്ത് സ്ത്രീധനവും കൊടുത്തിട്ട് നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വാപ്പാക്കാവുമോ?
എന്നാലും ചെക്കനിക്ക് ഇത് 3ാമത്തെ കല്യാണമല്ലേ, അതാണ് ആലോചിക്കുന്നതേ. പെണ്ണ് ഭംഗി വേണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കൊരു ആൺകുട്ടിനെ വേണം, അത് പ്രസവിച്ചു തരാൻ ഒരു ഭാര്യ വേണം, അത്ര തന്നെ. 60 വയസ്സ് ഒരു വയസ്സാണ്, ഇവൾക്ക് 25 വയസ്സായില്ലേ. ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് വയസ്സിന്റെ കാര്യമൊക്കെ. നമ്മളെ പോലെയുള്ള പാവപ്പെട്ട കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് സാധാരണ തന്നെ. ആ നീ വന്നാ? ഞാൻ കുറെ നേരമായി ഇവിടെ നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു നീ വരില്ല എന്ന്. അപ്പം നിനക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ടാണോ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് സമ്മതിച്ചത്? ശരി വാ, സമയം കളയണ്ട, വാ പോവാ. എന്താ ആ പെണ്ണ് കാണിച്ചത്? നാട്ടുകാരന്റെ മുഖത്തിന് നമ്മൾ എങ്ങനെ നോക്കും? അവളുടെ താഴെയുള്ളതല്ലേ നിൽക്കുന്നത്. ഇനി ഇതിനൊരു നല്ല ആലോചന വരുമോ? ആ കുട്ടിനെ പറ്റി ചിന്തിച്ച ആ പെണ്ണ്. ഇനി പുതിയാപ്പളുടെ വീട്ടുകാരുടെ അടുത്ത് നമ്മൾ എന്താ പറയുക? അവർ ചോദിക്കുമ്പോൾ മകൾ ഏതോ ചെക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയിന്നാ. നാണം കെട്ട് നാറില്ലേ നമ്മൾ? അവർ കാർക്കിച്ച് തുപ്പും നമ്മുടെ മുഖത്ത്. ഇങ്ങനെ ഒരു തറവാട്ടിൽ നിന്നാണോ പോയി പെണ്ണ് നോക്കിയത് ഇതും പറഞ്ഞിട്ട്. പണവും പൈസയും ഇല്ലെങ്കിലും കുറച്ച് അഭിമാനം ഉണ്ടായിരുന്നു. ദാ ഇപ്പം അതും പോയി. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നിന്റെ വീട്ടുകാർക്ക് നിന്നോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെ ഒരു വയസ്സായ ആളിനെ കൊണ്ട് നിന്നെ കൊണ്ട് കല്യാണം കഴിക്കാൻ പറയുമോ? നീ വിഷമിക്കണ്ട, ഞാൻ മരിക്കുന്ന വരെ നിനക്ക് യാതൊരു കുറവും വരില്ല. നിന്നെ നന്നായി ഞാൻ നോക്കും. നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഇറങ്ങി വരുമോ? ആ അത് കേട്ടാ മതി. ഞാൻ നിന്നെ നോക്കില്ലേ പൊന്നു പോലെ. ഈ വീടൊക്കെ നിനക്ക് ഇഷ്ടമായ? ഇതെന്റെ സ്വന്തം വീടൊന്നും അല്ലാട്ടാ, തൽക്കാലം വാടകയ്ക്കൊന്ന് ഒപ്പിച്ചതാണ് നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നീട് നമുക്ക് മെല്ലെ മെല്ലെ ഒരു വീടൊക്കെ കെട്ടാം. അതിനുള്ള ചങ്കൂറ്റം ഉണ്ട് നെഞ്ചത്ത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മഞ്ജുവട്ടം പറയുന്ന മാതിരി. വാ കടന്നുറങ്ങാം. നിന്നോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ റെസ്റ്റ് വേണമെന്ന്? ഇതൊക്കെ ഞാൻ വന്നിട്ട് ചെയ്യില്ലേ? ഇപ്പൊ പേടിക്കാനൊന്നുമില്ല, ഇതിപ്പോ 8ാം മാസമായില്ലേ, പിന്നെന്താണ്? 8 മാസമായാലും 10 മാസമായാലും എന്റെ കുട്ടിനെ പ്രസവിക്കുന്ന വരെ നീ ഒരു പണിയും ചെയ്യേണ്ട തൽക്കാലം. എന്താ ബിരിയാണി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്, ഇത് കഴിക്കി. അതവിടെ വെക്കി, എന്നിട്ട് പോയി കഴിക്കി. ഞാൻ ചെയ്തോളാം പണികളൊക്കെ. നീ മിണ്ടാണ്ട് അവിടെ ഒരു ഭാഗത്ത് മതി. ഷഹാന വേഗം ഹോസ്പിറ്റലിലേക്ക് പോ. മുജീബിന് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലാണ്. ഇക്ക എന്താണ് ഉണ്ടായത്? ഷഹാന നീ വിഷമിക്കരുത്. നമ്മുടെ കുട്ടിനെ നീ നന്നായി നോക്കണം, ഒരിക്കലും വെറുക്കരുത്. എന്താ അക്ക നിങ്ങൾ പറയണത്? നമ്മുടെ കുട്ടിനെ ഞാൻ വെറുക്കാനാ? എൻ്റെ ഏറ്റവും വലിയ വിഷമം നിന്നെ കുറിച്ചാണ്. എനിക്ക് എന്തെങ്കിലും ഒന്നും ആയിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? നിന്നെ ആരാ നോക്കുക? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇക്ക വിഷമിക്കണ്ട. ഞാനിപ്പോൾ ആലോചിക്കുന്നത് നിന്നെ വെറുതെ കൂട്ടിക്കൊണ്ടുവരണ്ടായിരുന്നു എൻ്റെ കൂടെ. നീ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് അവരുടെ കൂടെ സന്തോഷത്തിൽ ജീവിച്ചായിരുന്നു. ഇതിപ്പോ ഞാനായിട്ട് നിന്റെ ജീവിതം ഇങ്ങനെയാക്കി. ഇക്ക ഒന്നും മിണ്ടാണ്ട് കിടക്ക്. തലയളക്കണ്ട എന്നല്ലേ ഡോക്ടർ പറഞ്ഞു. നമ്മുടെ കുട്ടിനെ നീ നോക്കണം. ഇക്ക